അപ്പോൾ ഈ വി ടി ബൽറാമും താങ്കളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം വ്യക്തിപരമായിരുന്നില്ല, ചില സംഘടനാപരമായ ചില പ്രശ്നങ്ങളായിരുന്നു. അതെല്ലാം പാർട്ടി നേതൃത്വം ഇടപെടുകയും ഞങ്ങൾ അതിൽ പൂർണ്ണമായി തുറന്ന മനസ്സോടെ സംസാരിക്കുകയും അത് പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി ആരെ നിർത്തിയാലും ഞാനും ബൽറാമും അതിൻ്റെ മുമ്പിലുണ്ടാവും, ആര് സ്ഥാനാർത്ഥിയായാലും. KPCC എക്സിക്യൂട്ടീവ് മെമ്പറും പാലക്കാട് മുൻ DCC പ്രസിഡന്റുമായ CV ബാലേന്ദ്രനാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തൃത്താല കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് കൈവിട്ടതാണ്. ഇത്തവണ തൃത്താല പൂർണ്ണമായിട്ട് തിരിച്ചു പിടിക്കുമോ? തൃത്താല ഇപ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി ഏത് സ്ഥാനാർത്ഥിയെ നിർത്താലും പമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കും. ഈ കഴിഞ്ഞ തവണ അവിടെയുള്ള ഈ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളാണ് തോൽവിക്ക് കാരണമായത്. അങ്ങനെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളായിരുന്നില്ല. BJP അവരുടെ ഏതാണ്ട് 3000 വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് പരാജയപ്പെട്ടത് എന്ന് BJP നേതാക്കന്മാരും സ്വകാര്യമായി മാർക്സിസ്റ്റ് നേതാക്കന്മാരും ഇതിനകം സമ്മതിച്ച കാര്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ഒരു യോഗമൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ യോഗം, അതിൽ ഈ താങ്കൾ തന്നെ പ്രസംഗിക്കുന്ന അന്ന് വന്നിരുന്നു ഈ VT ബൽറാമിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ. അതെല്ലാം അടഞ്ഞ അധ്യായമാണ്. ഞങ്ങളൊക്കെ വളരെ ഐക്യത്തോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏത് സ്ഥാനാർത്ഥിയെ തൃത്താല നിർത്തിയാലും അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. തന്നെയുമല്ല, UDFൻ്റെ സ്ഥാനാർത്ഥി തൃത്താലയിൽ, ഈ ജില്ലയിൽ ആദ്യം ജയിക്കുന്ന സീറ്റ് തൃത്താല ആയിരിക്കും. ഇത് അവിടെ VT ബൽറാമാണ് സ്ഥാനാർത്ഥിയെങ്കിലും CV ബാലേന്ദ്രൻ അതിൻ്റെ ഈ പ്രചരണത്തിൽ മുന്നണി പോരാളിയായിട്ടുണ്ടാവും. ഇതിനു മുമ്പേയും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ആര് സ്ഥാനാർത്ഥിയായാലും VT ബൽറാം AICC പ്രഖ്യാപിച്ചാൽ VT ബൽറാമിന്, അല്ല മറ്റാരെങ്കിലും നിശ്ചയിച്ചാൽ ഏത് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി മറ്റാരേക്കാൾ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള ഉത്തരവാദിത്തമുള്ളൊരു പ്രവർത്തനം അതിൻ്റെ മുമ്പിലുണ്ടാവും. ഇപ്പോൾ MP രാജേഷാണ് അവിടെ നിലവിലെ MLAയും മന്ത്രിയും ഒക്കെ. അവിടെ ഈ ഇപ്പോൾ സരസ്മേളൊക്കെ വലിയ ഇതായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തൃത്താല അങ്ങനെ ഒരു ഇടത് കോട്ടയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? തൃത്താല ഒരിക്കലും ഇടത് കോട്ടയല്ല. സരസ്മേള തീർത്തും ധൂർത്താണ്, സാമ്പത്തിക ധൂർത്താണ് എന്ന് തൃത്താലയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടൊന്നും MP രാജേഷ് വീണ്ടും സ്ഥാനാർത്ഥിയെ ജയിക്കാൻ പോകുന്നില്ല. അവിടെ UDF ജയിച്ചിരിക്കും. അപ്പോൾ ഈ VT ബൽറാമും താങ്കളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം വ്യക്തിപരമായിരുന്നില്ല, ചില സംഘടനാപരമായ ചില പ്രശ്നങ്ങളായിരുന്നു. അതെല്ലാം പാർട്ടി നേതൃത്വം ഇടപെടുകയും ഞങ്ങൾ അതിൽ പൂർണ്ണമായി തുറന്ന മനസ്സോടെ സംസാരിക്കുകയും അത് പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി ആരെ നിർത്തിയാലും ഞാനും ബൽറാമും അതിൻ്റെ മുമ്പിലുണ്ടാവും, ആര് സ്ഥാനാർത്ഥിയായാലും. എന്തായാലും ഈ VT ബൽറാമും CV ബാലേന്ദ്രനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി അടഞ്ഞ അധ്യായമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തൃത്താല ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുഴുവൻ ഉള്ളത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.